ബിമാക്സിന്റെ എല്ലാ ബ്രാഞ്ചുകളിലായും IL സ്റ്റുഡൻസിന് വേണ്ടി സെൻട്രലൈസ്ഡ് മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിരിക്കുകയാണ്. സെൻട്രലൈസ്ഡ് മോക്ക് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CMT. സോ ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് മേവറം ബ്രാഞ്ചിലാണ്. ഇവിടുത്തെ CMTയുടെ ഫീഡ്ബാക്ക് നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനോട് തന്നെ ചോദിക്കാം. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ആദിൽ. എൻ്റെ പേര് എബിലി. എൻ്റെ പേര് വീണ വിശ്വൻ. എൻ്റെ പേര് മൃദുല. എൻ്റെ പേര് ശ്യാമ. എൻ്റെ പേര് ജെനി. എൻ്റെ പേര് ആദിത്യ. ഞാനിവിടെ ബിമാക്സ് മേവറം ബ്രാഞ്ചിൽ IELTS ജനറൽ കോഴ്സിന് വേണ്ടിയിട്ട് വന്നതാണ്. ഞാനിവിടെ അക്കാഡമിക് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ബിമാക്സ് മേവറം ബ്രാഞ്ചിൽ IELTSൻ്റെ കോഴ്സ് ചെയ്യാണ്. ഞാനിപ്പോൾ ബിമാക്സ് ഐ എൽ സെൻറ്റർ ജോയിൻ ചെയ്തിട്ട് നിയർലി 2 വീക്സ് ആവുന്നേ ഉള്ളൂ. ഞാൻ ബിമാക്സ് അക്കാഡമി മേവറം ബ്രാഞ്ചിൽ IELTS ജനറൽ കോഴ്സ് ചെയ്യാണ്. സോ ഞാൻ ജോയിൻ ചെയ്തിട്ടിപ്പോൾ നിയർലി 2 വീക്സ് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നായിരുന്നു മോക്ക് ടെസ്റ്റ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ CMT എഴുതുന്നത്. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് CMT എക്സാം അപ്പിയർ ചെയ്യുന്നത്. ഇന്ന് ഞാൻ എൻ്റെ ഫസ്റ്റ് CMT അറ്റംപ്റ്റ് ചെയ്തു. ഇന്നത്തെ ടെസ്റ്റ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം ഇത് ശരിക്കും നമ്മൾ റിയൽ എക്സാം നടക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. ഒരു റിയൽ അറ്റ്മോസ്ഫിയർ, എക്സാം അറ്റ്മോസ്ഫിയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ശരിക്കും എനിക്ക് ഇവിടെ മനസ്സിലായി. ആ ഒരു ഫീലിൽ തന്നെയാണ് എക്സാം അറ്റൻഡ് ചെയ്തത്. ഒരു റിയൽ IELTS എക്സാം എഴുതുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ക്വസ്റ്റ്യൻസ് എല്ലാം സ്റ്റാൻഡേർഡ് ആയിരുന്നു. റീഡിംഗ് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ലിസണിങ്ങും റൈറ്റിങ്ങും എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നി. ഈ എക്സാം എനിക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ആയിട്ട് തന്നെ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫ്യൂച്ചറിൽ എനിക്കിതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് വേണ്ടുന്ന സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ എക്സ്പെക്റ്റഡ് സ്കോറിൽ ഞാൻ എന്തായാലും എത്തുമെന്നുള്ളത് എനിക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പം തീർച്ചയായിട്ടും ഉറപ്പാണ്. 1 മന്ത് കോഴ്സ് കഴിയുമ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സ്കോറിലേക്ക് എത്താൻ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്.